ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പോൾ നമ്മുടെ LP-UPയുടെ മോക്ക് ടെസ്റ്റ് സീരീസിലേക്ക് സ്വാഗതം. ഇത് മൂന്നാമത്തെ മോക്ക് ടെസ്റ്റാണ്. നമ്മുടെ ഫിസിക്സിൻ്റെ ഒരു ടോപ്പിക്ക് നമ്മളെടുത്തു, അളവുകളും തോതുകളുമായിട്ട് ബന്ധപ്പെട്ടത്. ഇത് ഫിസിക്സിലെ രണ്ടാമത്തെ ടോപ്പിക്കാണ്, ചലനവും ചലന സമവാക്യങ്ങൾ, ചലന നിയമങ്ങൾ എന്നതുമായി ബന്ധപ്പെട്ട്. ഓക്കെ, ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമുക്ക് നമ്മൾ അളവുകളും യൂണിറ്റുകളും കഴിഞ്ഞു. ഇനി അടുത്തത് ചലനവും ചലന സമവാക്യങ്ങളുമാണ്. ഫിസിക്സിൽ നമുക്ക് മൊത്തം 9 മാർക്കാണ്. ഇതിൽ 2 കറണ്ട് അഫെയർ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി 7 മാർക്കാണ് നമുക്ക് ഫിസിക്സ് എന്ന ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓടി വരുന്ന അത്ലറ്റിക് ഫിനിഷിംഗ് ലൈനിൽ എത്തിയാലുടൻ ഓട്ടം അവസാനിപ്പിക്കുവാൻ കഴിയില്ല. കാരണമെന്ത്? നിശ്ചല ജഡത്വം, ചലന ജഡത്വം, അസന്തുലിത ബാഹ്യബലം, സന്തുലിത ആന്തരിക ബലം. എന്തായിരിക്കാം കാരണം? ഓടി വരുന്ന അത്ലറ്റ് ഒരിക്കലും അവർക്ക് പെട്ടെന്ന് സഡനായിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല. എന്തായിരിക്കും അതിൻ്റെ റീസൺ? ജഡത്വം ആണെന്നറിയാം, പക്ഷെ അത് ഏതാണെന്നായിരിക്കുമല്ലേ ഡൗട്ട്. അതേതാണ്? ഓപ്ഷൻ ബി, ചലന ജഡത്വം. കാര്യം അയാൾ ചലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അയാൾക്ക് എന്ത് പറ്റുന്നുണ്ട്? പെട്ടെന്ന് അയാൾക്ക് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് കഴിയില്ല. അയാൾക്ക് ആ ചലനാവസ്ഥയിൽ തുടരാനുള്ളൊരു ടെൻഡൻസി ആയിരിക്കും അയാൾക്ക്. അതുകൊണ്ടാണ് ഇതിനെ ചലന ജഡത്വം എന്ന് പറയുന്നത്. ഇപ്പോൾ മാവ് കുലുക്കുമ്പോൾ മാങ്ങ ഞെട്ടറ്റ് വീഴുന്നുള്ള റീസൺ എന്താണ്? മാവ് കുലുക്കുമ്പോൾ മാങ്ങ ആദ്യം എന്താ നിശ്ചലാവസ്ഥയിലായിരുന്നു. നിശ്ചലാവസ്ഥയിലിരുന്ന മാങ്ങയ്ക്ക് എന്ത് സംഭവിക്കുന്നുണ്ട്? മൂവ് ചെയ്യുമ്പോഴേക്കും അത് ചലിക്കാനുള്ളൊരു മടി കാണിക്കും. ആ ഒരു ടെൻഡൻസിയാണ് എന്താ? നിശ്ചല ജഡത്വം എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനം പെട്ടെന്ന് നിർത്തുമ്പോൾ യാത്രക്കാർ മുന്നോട്ടായാൻ കാരണമെന്ത്? ജഡത്വം, ഘർഷണം, കാന്തികത, ആകർഷണബലം. ഏതാണ് ആൻസർ? ഓടിക്കൊണ്ടിരുന്ന വാഹനം പെട്ടെന്ന് നിർത്തുമ്പോൾ നമ്മൾ മുന്നോട്ടായും. അതിനുള്ള റീസണാണെന്ത്? ജഡത്വം. അതേപോലെ നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങൾ പെട്ടെന്ന് എടുക്കുമ്പോൾ നമ്മൾ ബാക്കിലോട്ട് പോകാനുള്ള കാരണവും എന്താണ്? ജഡത്വം തന്നെയാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. കാറ്റഴിച്ചുവിട്ട ബലൂൺ കാറ്റ് പോകുന്നതിൻ്റെ എതിർദിശയിലേക്ക് കുതിക്കുന്നു. ഈ ചലനത്തെ വ്യാഖ്യാനിക്കുന്നത്? ന്യൂട്ടൻ്റെ 1-ാം ചലന നിയമം, ന്യൂട്ടൻ്റെ 2-ാം ചലന നിയമം, ന്യൂട്ടൻ്റെ 3-ാം ചലന നിയമം. ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ സി, ന്യൂട്ടൻ്റെ 3-ാം ചലന നിയമം അനുസരിച്ചാണ് ഇത് സംഭവിക്കുന്നത്. എന്താണ് ആ നിയമം പറയുന്നത്? ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായൊരു പ്രതിപ്രവർത്തനം ഉണ്ടാകും. അതായത് നമ്മളൊരു വസ്തുവിലേക്ക് ഒരു ബലം പ്രയോഗിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് നമ്മൾ ഇപ്പം എന്താ പറയുക, തോക്ക് നമ്മൾ വെടിവെക്കുമ്പോൾ എന്ത് സംഭവിക്കും? അതിൻ്റെ തോക്കിൻ്റെ ആ ഒരു പിസ്റ്റൾ ഫ്രണ്ടിലോട്ട് പോകുമ്പോഴേക്കും നമ്മളെന്താ ജസ്റ്റ് അത് ബാക്കിലോട്ട്, ആ ഒരു ഫോഴ്സ് ബാക്കിലോട്ടും ഉണ്ടാകും. അതേപോലെ തന്നെ റോക്കറ്റുകളുടെ പ്രവർത്തനം എന്ന് പറയുന്നത് ന്യൂട്ടൻ്റെ 3-ാം ചലന നിയമമാണ്. അതേപോലെ തന്നെ നമ്മളെന്താ ഓടിച്ചെന്ന് നമ്മൾ ഒരു വഞ്ചിയിലേക്കൊക്കെ ചവിട്ടി കയറുമ്പോഴേക്കും വഞ്ചി പെട്ടെന്ന് പുറകോട്ട് പോകും. ഇതെല്ലാം എന്തിന് ഉദാഹരണങ്ങളാണ്? ന്യൂട്ടൻ്റെ 3-ാം ചലന നിയമത്തിന് ഉദാഹരണങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ. 12 കിലോഗ്രാം പിണ്ഡമുള്ളൊരു വസ്തു ഒരു സെക്കൻഡിൽ 2 മീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്നു. ആ വസ്തുവിൻ്റെ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്കത്തിന് പറയുന്ന പേരാണ് മൊമെൻറ്റം. ആക്കത്തിൻ്റെ ഇംഗ്ലീഷാണ്. ആക്കം എന്ന് പറഞ്ഞാൽ എന്താണ്? പി എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ എന്താണ്? m×v, മാസ് ഇൻറ്റു വെലോസിറ്റി. മാസ് ഇൻറ്റു പിണ്ഡം ഇൻറ്റു എന്താണ്? മാസ് ഇൻറ്റു വെലോസിറ്റി എന്താ? പ്രവേഗമാണ് ആൻസർ. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? 12 കിലോഗ്രാം പിണ്ഡമുള്ളൊരു വസ്തു ഒരു സെക്കൻഡിൽ 2 മീറ്റർ പെർ സെക്കൻഡാണ്. അപ്പോൾ ഇവിടെ വെലോസിറ്റി എത്രയാണ്? 2 ആണ്. അതിൻ്റെ മൊമെൻറ്റം എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 12 × 2 24 വരും ആൻസർ. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ, 24. ഇതിൽ പ്രോബ്ലമായിട്ട് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് ആ പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കിയിട്ട് വേണം ആൻസർ ചെയ്യാനായിട്ട് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 5-ാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റത്തെ അറിയപ്പെടുന്ന പേര്. ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റമാണ് എന്ത്? ചലനം എന്ന് പറയുന്നത്. സ്ഥാനാന്തരം, സ്ഥിതികോർജ്ജം, ചലനം, കൊഹിഷൻ. അപ്പോൾ ആൻസർ ഇതാണ് ഓപ്ഷൻ ബി, ചലനം. പെൻസിൽ കോമ്പസിൽ ഘടിപ്പിച്ച് വൃത്തം വരയ്ക്കുമ്പോൾ പെൻസിലിൻ്റെ ചലനം ഏത് ചലനമാണ്? പെൻസിൽ ഇങ്ങനെ ചലിക്കുന്നത് എങ്ങനെയായിരിക്കും? വൃത്താകൃതിയിലാണല്ലേ. അപ്പോൾ അത് ഏത് ചലനമാണത്? ദോലനം, ഭ്രമണം, നേർരേഖാചലനം, വർത്തുള ചലനം. ദോലനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെ ചലിക്കുന്നത് അല്ലേ. നേർരേഖാചലനം എന്ന് പറഞ്ഞാൽ നേരെ പോകുന്നത്. ഭ്രമണം എന്ന് പറഞ്ഞാൽ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയത് സ്വയം കറങ്ങുന്നത്. അപ്പോൾ ഇത് ഏതായിരിക്കും ആൻസർ? ഓപ്ഷൻ ഡി, വർത്തുള ചലനമാണ്. 2023 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറിലാണിത്. 5 കിലോഗ്രാം മാസുള്ള ഒരു വസ്തുവിൽ 2 സെക്കൻഡ് സമയത്തേക്ക് തുടർച്ചയായി ഒരു ബലം പ്രയോഗിക്കുമ്പോൾ വസ്തുവിൻ്റെ വേഗം 3 മീറ്റർ പെർ സെക്കൻഡിൽ നിന്ന് 7 മീറ്റർ പെർ സെക്കൻഡായി കൂടുന്നു. പ്രയോഗിക്കപ്പെട്ട ബലം എത്ര? ഇത് ശരിക്കും ആൻസർ ഇല്ല കേട്ടോ. ഇതിൻ്റെ അകത്ത് ആൻസർ ഇല്ലായിരുന്നു. നമുക്കത് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് ചെയ്യുന്ന മാസ്
എം എന്ന് പറയുന്നത് എത്രയാണ്? 5 കിലോഗ്രാം മാസ്സാണ്. വസ്തു 2 സെക്കൻഡ് സമയത്തേക്ക്, അപ്പോൾ ടി എന്ന് പറയുന്നത് 2 സെക്കൻഡാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു ബലം പ്രയോഗിക്കുമ്പോൾ വസ്തുവിൻ്റെ യു എന്ന് പറയുന്നത് എന്താണ്? ആദ്യ പ്രവേഗം 3 മീറ്റർ പെർ സെക്കൻഡ് ആയിരുന്നത് അന്ത്യപ്രവേഗം എത്രയാണ്? 3 എന്നുള്ളത് 7 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് കൂടി. ഇതാണ് തന്നിരിക്കുന്നത് യുവും വിയും. ഇവിടെ പ്രയോഗിച്ച ബലം എത്രയെന്ന് ചോദിച്ചിരിക്കുന്നത്. ബലം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എഫ് ഈക്വൽ ടു ന്യൂട്ടൻ്റെ രണ്ടാം ചലന നിയമം അനുസരിച്ച് എഫ് ഈക്വൽ ടു എം എ ആണ് ബലം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പോൾ നമുക്കിവിടെ എന്ത് വേണം? എ വേണം. എ എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്സിലറേഷൻ, ത്വരണം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രവേഗമാറ്റം ബൈ സമയമാണ്. സോ ആൻസർ എന്ത് വരും? 7 - 3/2 ആണ്. സോ 4/2. ആൻസർ 2 മീറ്റർ പെർ സെക്കൻഡ് ആണ്. എന്ത്? ഇതാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. പക്ഷേ ഇത് എന്താണ്? ആക്സിലറേഷനാണ്, ത്വരണമാണ് തന്നിരിക്കുന്നത്. നമുക്കിവിടെ എന്താ വേണ്ടത്? എഫ് ഈക്വൽ ടു എം എ. സോ ഇവിടെ ആൻസർ എങ്ങനെ വരും? എം എന്ന് പറയുന്നത് 5 ആണ്. 5 × 2 ആൻസർ 10 ന്യൂട്ടനാണ് ഇവിടെ പ്രയോഗിക്കപ്പെടുന്ന ബലം. സോ ആൻസർ എത്രയാണിത്? 10 ന്യൂട്ടനാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ്രുതഗതിയിലുള്ള ദോലന ചലനങ്ങൾ അറിയപ്പെടുന്ന പേര്. ദ്രുതഗതിയിൽ, അതായത് ഇങ്ങനെ സ്പീഡിൽ കറങ്ങിക്കഴിഞ്ഞാൽ അതിന് എന്ത് പറയും? അതാണ് ഭ്രമണം, പരിക്രമണം, വർത്തുള്ള ചലനം, കമ്പനം. ആൻസർ ചെയ്ത് വരും കമ്പനം അല്ലേ? നമ്മൾ ട്യൂണിംഗ് ഫോർക്കൊക്കെ എന്താണ്? കമ്പനമാണ് ചെയ്യുന്നത് അല്ലേ? ട്യൂണിംഗ് ഫോർക്ക്. 9ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നതിൽ ദോലനവുമായി ബന്ധപ്പെട്ട ചലനം ഏത്? എയ്ത് വിട്ട അമ്പിൻ്റെ ചലനം, ജെയിൻറ്റ് വീലിൻ്റെ ചലനം, റോക്കറ്റിൻ്റെ ചലനം, ഊഞ്ഞാലിൻ്റെ ചലനം. ഏതായിരിക്കും ദോലനമായിട്ട് വരുന്നത്? അതായത് മുമ്പോട്ടും പുറകോട്ടും പോകുന്ന ഏതായിരിക്കും? അത് ഓപ്ഷൻ ഡി, ഊഞ്ഞാലിൻ്റെ ചലനമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്ന ചലനങ്ങളിൽ ദോലന ചലനം അല്ലാത്തത് ഏതാ ചോദിച്ചിരിക്കുന്നത്? ക്ലോക്കിൻ്റെ പെൻഡുലം എങ്ങനെയാണ് ചലിക്കുന്നത്? ഇങ്ങനെ എന്നിട്ട് ഇത് ഇവിടം വരെ വരും, പിന്നെ ഇങ്ങനെ. പെൻഡുലത്തിൻ്റെ ചലനം അപ്പോൾ ഏതാണ്? ദോലനമാണ്. ഊഞ്ഞാലിൻ്റെ ചലനം നമ്മളിപ്പോൾ പറഞ്ഞു അത് ദോലനമാണെന്ന്. വലിച്ചു കിട്ടിയ റബ്ബർ ബാൻഡിൽ വിരൽ തട്ടുമ്പോൾ ഉണ്ടാകുന്ന ചലനം അല്ലേ? ഇതിങ്ങനെ വലിച്ച് സ്ട്രെച്ച് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ആയിരിക്കും ചലിക്കുന്നത്. സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ ചലിക്കുന്നത് എങ്ങനെയാണ്? അത് വൃത്താകൃതിയിലാണ് അല്ലേ? അപ്പോൾ എന്ത് വരും ആൻസർ? 10ാമത്തത് ഓപ്ഷൻ ഡി ആണ് ആൻസറായിട്ട് വരുന്നത്. ഒരു വസ്തുവിൻ്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനമാണ് പരിക്രമണം, ഭ്രമണം, വർത്തുള ചലനം, നേർരേഖാ ചലനം. വസ്തു സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കി ചലിക്കുന്നതിന് എങ്ങനെയാണ് പറയുന്നത്? ഓപ്ഷൻ ബി, ഭ്രമണമാണ്. സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കി കറങ്ങുന്നതിനെയാണ് നമ്മൾ ഭ്രമണം എന്ന് പറയുന്നത്. 12ാമത്തത്. ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത്. മാക്സ് പ്ലാങ്ക്, മാക്സ്വെല്ല്, ഗലീലിയോ, ഐസക് ന്യൂട്ടൺ. ആരാണ് ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത്? ആരാണ്? ഓപ്ഷൻ ഡി, ഐസക് ന്യൂട്ടൺ. ആദ്യ സ്ഥാനത്ത് നിന്ന് അന്ത്യസ്ഥാനത്തേക്കുള്ള നേർരേഖാ ദൂരമാണ് എന്ത്? അതായത് നമ്മളിപ്പോൾ പ്രവേഗം, സ്ഥാനാന്തരം, വേഗത, ത്വരണം. അതായത് നമ്മൾ എന്ത് ചെയ്തു? സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ നമ്മൾ ഇവിടം വരെ വന്നു. ഇത് എ എന്ന് പറയുന്ന പൊസിഷൻ, ഇത് ബി എന്ന് പറയുന്ന പൊസിഷൻ. ഇവിടുന്ന് ആദ്യ സ്ഥാനത്ത് നിന്ന് അന്ത്യസ്ഥാനത്തേക്കുള്ള നേർരേഖാ ദൂരത്തെ പറയുന്ന പേരാണ് എന്താ? ഓപ്ഷൻ ബി, സ്ഥാനാന്തരം. സ്ഥാനാന്തരത്തിൻ്റെ യൂണിറ്റ് ഏത്? സ്ഥാനാന്തരം എന്ന് പറയുന്നത് എന്താണ്? ഒരു ദൂരമാണ്. അപ്പോൾ അത് ഏതായിരിക്കും? മീറ്റർ ആയിരിക്കും. മീറ്റർ സെക്കൻഡ്, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, സെക്കൻഡൊക്കെ തന്നിട്ടുണ്ട്. ഏതാണ് ആൻസർ വരുന്നത്? സ്ഥാനാന്തരത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ എ, മീറ്ററാണ്. എല്ലാ പ്രവൃത്തിക്കും തുല്യവും വിപരീതവുമായ പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും. ഐസക് ന്യൂട്ടൻ്റെ എത്രാമത്തെ ചലന നിയമമാണിത്? എത്രാമത്തെയാണ്? 1ാമത്തെ ചലന നിയമം എന്തിനെ ബേസ് ചെയ്താണ്? അത് ജഡത്വത്തെ അടിസ്ഥാനമാക്കിയാണ്. 2ാമത്തേതെന്ന് പറഞ്ഞാൽ ഏതാണ്? എഫ് ഈക്വൽ ടു എം എ, അതാണ്. 3ാമത്തേതാണ് ഏത്? ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ പ്രതിപ്രവർത്തനം ഉണ്ടാകും. സോ ഓപ്ഷൻ ഡി, 3 ആണ് ആൻസർ. 16ാമത്തെ ക്വസ്റ്റ്യൻ. ഗൂർണന ചലനത്തിന് ഉദാഹരണം ഏത്? സീസോയുടെ ചലനം, മൺപാത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ചക്രത്തിൻ്റെ കറക്കം, പെൻഡുലത്തിൻ്റെ ചലനം, തരംഗചലനം. സീസോയുടെ ചലനം നമുക്കറിയാം അല്ലേ? സീസോ എങ്ങനെയാണ്? ഇങ്ങനെ ഇരുന്നിട്ട് ഇത് മേളിൽ ഇതിവിടെ പൊങ്ങുമ്പോൾ ഇവിടെ താഴും അല്ലേ? മൺപാത്ര ഈ സാധനം എന്ന് പറയുന്നത് നടുക്കൊരു അക്ഷത്തെ അടിസ്ഥാനമാക്കി ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഗൂർണന ചലനം എന്ന് പറയുന്നത്. ക്ലോക്കിലെ പെൻഡുലം നമുക്കറിയാം ദോലനമാണെന്നറിയാം. തരംഗചലനം നമുക്ക് പിന്നെ അത് എങ്ങനെ വേണമെങ്കിലും ആകാം, ഏതൊരു തരംഗവുമാകാം. അപ്പോൾ ഇവിടെ ഗൂർണന ചലനത്തിന് ഉദാഹരണം എന്ന് പറയുന്നത് മൺപാത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ചക്രത്തിൻ്റെ കറക്കമാണ്.
കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഫാൻ ഓഫാക്കിയാലും അല്പസമയം കൂടി കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇതിനു കാരണമേത്? ചലനജഡത്വം, അഭികേന്ദ്ര ബലം, നിശ്ചല ജഡത്വം, ഘർഷണം. ഏതായിരിക്കും ആൻസർ? കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അത് ചലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ഓഫാക്കിയാലും കുറച്ച് നേരം കൂടി അത് ചലിക്കാനുള്ളൊരു ടെൻഡൻസി കാണിക്കാം. അപ്പോൾ ഇത് ഏതായിരിക്കും? ഓപ്ഷൻ എ ചലനജഡത്വമാണ്. പ്രൊജക്റ്റൈലിന് പരമാവധി റേഞ്ച് ലഭിക്കുവാൻ ഏത് കോണളവിൽ വിക്ഷേപിക്കണം? 90 ഡിഗ്രി, 30 ഡിഗ്രി, 60 ഡിഗ്രി, 45 ഡിഗ്രി. ഏതാണ് ആൻസർ വരുന്നത്? പ്രൊജക്റ്റൈൽ എന്ന് പറയുമ്പോഴേക്കും നമുക്കറിയാം ഇങ്ങനെയാണ്. ഇതാണ് പ്രൊജക്റ്റൈൽ മോഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ കിട്ടാനായിട്ട് ഇത് 45 ഡിഗ്രി, ഇതും ഈ ഒരു കോണളവ് 45 ഡിഗ്രി ആകുമ്പോഴാണ് അതിന് ഏറ്റവും കൂടിയ റേഞ്ച് ലഭിക്കുന്നത്. ഈ ഒരു ഷേപ്പിനെ പറയുന്ന പേരെന്താണ്? പരാബോളയാണ്. ജാവലിൻ ത്രോയൊക്കെ എറിയുന്നത് എന്താണ്? പരാബോളിക് ഷേപ്പിലായിരിക്കും. അതേപോലെ പീരങ്കി എറിയുന്നതൊക്കെ എല്ലാം പരാബോളിക് ഷേപ്പാണ്. പ്രൊജക്റ്റൈൽ മോഷൻ അതൊക്കെ ഉദാഹരണങ്ങളാണ്. 19ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു വസ്തുവിൻ്റെ വേഗതയെ സംബന്ധിച്ച് താഴെ പറയുന്ന ഏത് സമവാക്യമാണ് ശരിയായത്? ഏതാണിത് ശരിയായിട്ട് വരുന്നത്? വേഗത എന്ന് പറയുന്നത് ദൂരം എന്ന് പറയുന്നത് വേഗത ഇൻറ്റു സമയമാണ്. അതേപോലെ വേഗത എന്ന് പറയുന്നത് ദൂരം ബൈ സമയമാണ്. വേഗത എന്ന് പറഞ്ഞാൽ ദൂരം ഇൻറ്റു സമയമാണ്. സമയം എന്ന് പറയുന്നത് ശരിയല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയല്ലാത്തത് എപ്പോഴും ശ്രദ്ധിക്കുക, ശരിയല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. സമയം എന്ന് പറയുന്നത് ദൂരം ബൈ വേഗതയാണ്. ഇവിടെ ഏതാണ് ശരിയല്ലാത്തത്? നമുക്കറിയാം ഇക്വേഷൻ എങ്ങനെയാണ്? ദൂരം നമ്മളിങ്ങനെയാണ് പഠിച്ചിരിക്കുന്നത് അല്ലേ? ദൂരം എന്ന് പറയുന്നത് എന്താണ്? സ്പീഡ്, ടൈം. അതായത് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സ്പീഡ് ഇൻറ്റു ടൈമാണ്. സ്പീഡ് എന്ന് പറഞ്ഞാൽ ഇത് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഇവിടെ എങ്ങനെ വരും? ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. ടൈം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. ഇതാണ് ഇക്വേഷൻസ്. അപ്പോൾ ഇവിടെ അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതായിരുന്നു ആൻസർ? ഇതാണ് നമുക്ക് തെറ്റായ ആൻസർ. ഓപ്ഷൻ സി ആണ്. വേഗത എന്ന് പറയുന്നത് ശരിക്കും എങ്ങനെയാണ് വേഗത? വേഗത എന്ന് പറയുന്നത് ദൂരത്തെ സമയം കൊണ്ട് ഹരിക്കുമ്പോഴാണ് വേഗത കിട്ടുന്നത്. അതായത് ഇതാണ് ശരി, ഇത് തെറ്റാണ്. 20ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു വസ്തുവിന് യൂണിറ്റ് സമയത്തിലുണ്ടാകുന്ന സ്ഥാനാന്തരമാണ് എന്ത്? ഒരു വസ്തുവിന് യൂണിറ്റ് സമയത്തിലുണ്ടാകുന്ന സ്ഥാനാന്തരം അറിയപ്പെടുന്ന പേരാണ് വേഗം, മന്ദീകരണം, ത്വരണം, പ്രവേഗം. എന്താണ്? ഓപ്ഷൻ ഡി പ്രവേഗമാണ്. നിശ്ചലാവസ്ഥയിലുള്ള ഒരു ലോറിയുടെ പ്രവേഗം 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ സെക്കൻഡ് കൊണ്ട് 30 മീറ്റർ പെർ സെക്കൻഡ് ആക്കിയ ലോറിയുടെ ത്വരണം എത്ര? 5, 8, 150, 6. ത്വരണം എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രവേഗമാറ്റം ബൈ സമയം. പ്രവേഗമാറ്റം ബൈ സമയമാണ്. ഇവിടെ നിശ്ചലാവസ്ഥയിലായതുകൊണ്ട് തന്നെ അതിൻ്റെ ആദ്യ പ്രവേഗം 0 അന്ത്യപ്രവേഗമാണ് എന്ത് പറയുന്നത്? 30 എന്ന് പറയുന്നത്. എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്? സോ 30 മൈനസ് 0 എത്രയാണ്? 5. എത്ര വരും? 30/5 6 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് എന്തെന്ന് പറയുന്നത്? ത്വരണം എന്ന് പറയുന്നത്. ഒരു വസ്തുവിൻ്റെ സ്ഥാനാന്തരം സമയത്തിൻ്റെ വർഗത്തിന് ആനുപാതികമാണെങ്കിൽ ആ വസ്തുവിൻ്റെ ചലനം എന്താണ് ചെയ്യുന്നതെന്ന്? ആ വസ്തുവിൻ്റെ ചലനം, ഒരു വസ്തുവിൻ്റെ സ്ഥാനാന്തരം സമയത്തിൻ്റെ വർഗത്തിന്, അതായത് സമയം കൂടുന്നതിന് സമയത്തിൻ്റെ വർഗത്തിന് ആനുപാതികമാണെങ്കിൽ അതെന്തായിരിക്കും? സമപ്രവേഗം, ത്വരണം കൂടുന്നു, സമത്വരണം, ത്വരണം കുറയുന്നു. ഏതാണത്? ഓപ്ഷൻ സി സമത്വരണത്തിലായിരിക്കുമെന്ന് പറയാം. ഒരു വസ്തുവിൻ്റെ സ്ഥാനാന്തരം സമയത്തിൻ്റെ വർഗത്തിന് ആനുപാതികമാണെങ്കിൽ ആ വസ്തുവിൻ്റെ ചലനം സമത്വരണത്തിലാണെന്ന് പറയാം. ഏതൊരു പദാർത്ഥത്തിനും അതിൻ്റെ തന്നെ അവസ്ഥ തുടരുവാനുള്ള പ്രവണതയിൽ നിന്നാണ് ചലന നിയമങ്ങൾ ന്യൂട്ടൺ പ്രസ്താവിച്ചത്. താഴെ പറയുന്നവയിൽ ഏത് ഗുണമാണ്? ഏതാണ്? അതിൻ്റെ തന്നെ അവസ്ഥയിൽ തുടരാനുള്ള പിണ്ഡം, വ്യാപ്തം, ജഡത്വം ഇതൊന്നുമല്ല. ഏതൊരു പദാർത്ഥത്തിനും അതിൻ്റെ തന്നെ അവസ്ഥയിൽ, അത് ചലിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഏതൊരു പദാർത്ഥത്തിനും അതിൻ്റെ തന്നെ അവസ്ഥ തുടരുവാനുള്ള പ്രവണതയിൽ നിന്നാണ് ചലന നിയമങ്ങൾ ന്യൂട്ടൺ പ്രസ്താവിച്ചത്. താഴെ പറയുന്നവയിൽ ഏത് ഗുണമാണിത്?
പിണ്ഡം, വ്യാപ്തം, ജഡത്വം ഇതൊന്നുമല്ല. അതായത് ഏതായിരിക്കും ആൻസർ? ഓപ്ഷൻ സി ജഡത്വമാണ്. എന്താണ്? അതായത് ചലിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ചലിക്കാനുള്ള ടെൻഡൻസി തുടർന്നുകൊണ്ടേയിരിക്കും. നിശ്ചലാവസ്ഥയിലാണെങ്കിൽ അത് നിശ്ചലമായിരിക്കാനുള്ള ടെൻഡൻസി ആയിരിക്കും. അതായത് നമ്മളിപ്പോൾ നമ്മുടെ ചവിട്ടിയൊക്കെ എടുത്ത് വെച്ച് നമ്മൾ വടി കൊണ്ട് തട്ടിക്കൊടുക്കും പൊടി പോകാനായിട്ട്. അപ്പോൾ എന്ത് സംഭവിക്കും? അത് ആ പൊടി അതിൻ്റെ അകത്ത് നിശ്ചലാവസ്ഥയിൽ തന്നെ നിൽക്കാനുള്ള ടെൻഡൻസി കാണിക്കുന്നതുകൊണ്ടാണ് ആ ചവിട്ടി ബാക്കിലോട്ട് പോകുമ്പോൾ പൊടി നേരെ താഴത്തേക്ക് വീഴുന്നത്. അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ അവിടത്തെയും റീസൺ എന്താണ്? ജഡത്വം തന്നെയാണ്. ജഡത്വ നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ? ഗലീലിയോ, ഐസക് ന്യൂട്ടൺ, ആൽബർട്ട് ഐൻസ്റ്റീൻ, ക്രിസ്റ്റ്യൻ ഹൈജൻ. ആരാണ് ജഡത്വ നിയമം ആവിഷ്കരിച്ചത്? ഓപ്ഷൻ എ ഗലീലിയോ ആണ് ജഡത്വ നിയമം ആവിഷ്കരിച്ചത്. പോൾ വാൾട്ട് താരം ചാടി വീഴുന്നത് ഒരു ഫോം ബെഡിലേക്കായതിനാൽ പരിക്കേൽക്കുന്നില്ല. ഇവിടെ പ്രയോജനപ്പെടുത്തുന്ന ന്യൂട്ടൻ്റെ ചലന നിയമം ഏതാണ്? ഒന്നാം ചലന നിയമം, രണ്ടാം ചലന നിയമം, മൂന്നാം ചലന നിയമം, ഗുരുത്വാകർഷണ നിയമം. പോൾ വാൾട്ട് താരം ചാടി വീഴുന്നത് ഒരു ഫോം ബെഡിലേക്കായതിനാൽ പരിക്കേൽക്കുന്നില്ല. ഇതിവിടെ രണ്ടാം ചലന നിയമമാണ്. ന്യൂട്ടൻ്റെ രണ്ടാം ചലന നിയമം അനുസരിച്ചാണ് ഇവിടെ പ്രയോജനപ്പെടുത്തുന്നത്. ന്യൂട്ടൻ്റെ രണ്ടാം ചലന നിയമമാണ്. 10 കിലോഗ്രാം മാസ് ഉള്ള ഒരു വസ്തു 5 മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തിൽ സഞ്ചരിക്കുന്നുവെങ്കിൽ വസ്തുവിൻ്റെ ആക്കം എത്ര? ആക്കം P = എന്താണ്? M × V. നമ്മൾ നേരത്തെ പഠിച്ചത് തന്നെയാണ്. ഇവിടെ എത്രയാണ്? 10 കിലോഗ്രാം മാസാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. സോ ഇവിടെ എത്ര വരും? 50 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. സോ ഓപ്ഷൻ ഡി ആണ് നമുക്ക് ആൻസറായിട്ട് വരുന്നത്. പ്രൊജക്റ്റൈൽ മോഷൻ ഉദാഹരണം: ജാവലിൻ്റെ സഞ്ചാരം, റോക്കറ്റിൻ്റെ സഞ്ചാരം, മിസൈലിൻ്റെ സഞ്ചാരം. എയും ബിയും സിയും ആണ് അല്ലേ? ജാവലിൻ, റോക്കറ്റ്, മിസൈൽ ഇതെല്ലാം എന്താണ്? പ്രൊജക്റ്റൈൽ മോഷനാണ്. സോ ഓപ്ഷൻ ഡി എയും ബിയും സിയും എന്താണ്? ശരിയാണ്. ഭൂമിയിൽ നിന്ന് ഒരു വസ്തുവിൻ്റെ പാലായന പ്രവേഗം എത്ര? ഭൂമിയിൽ നിന്ന് ഒരു വസ്തുവിൻ്റെ പാലായന പ്രവേഗം എത്രയാണ്? 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ്, 13.1 കിലോമീറ്റർ പെർ സെക്കൻഡ്, 11.4 കിലോമീറ്റർ പെർ സെക്കൻഡ്, 10.2 കിലോമീറ്റർ പെർ സെക്കൻഡ്. ഏതാണ്? 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ്. അതായത് ആ ഭൂഗുരുത്വാകർഷണ ബലത്തിൽ നിന്ന് അതിനെ പുറത്തേക്ക് വിടാനായിട്ട് അത്രയും ഒരു സെക്കൻഡിൽ 11.2 കിലോമീറ്റർ സ്പീഡിൽ അത് സഞ്ചരിച്ചാൽ മാത്രമേ ഭൂമിയുടെ പാലായന ഭൂമിയുടെ ആ ഒരു ഗുരുത്വാകർഷണത്തിൻ്റെ ആ ഒരു ഫീൽഡിൽ നിന്ന് അതിന് പുറത്തേക്ക് കടക്കാനായിട്ട് പറ്റുള്ളൂ. 29ാമത്തെ ക്വസ്റ്റ്യൻ: നിശ്ചലമായിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ സ്ഥാനാന്തര സമയ ഗ്രാഫ് താഴെ പറയുന്നവയിൽ ഏതായിരിക്കും? നിശ്ചലമായിരിക്കുന്നതിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് ഇതാണ്. ഇങ്ങനെയായിരിക്കും. ഇത് നമ്മുടെ UP സ്കൂൾ ടീച്ചർ 2022 ചോദിച്ച ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഈ ഗ്രാഫുകളൊക്കെ നന്നായിട്ട് നോക്കിയിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാനായിട്ട്. നിശ്ചലാവസ്ഥയിൽ നിന്നും പുറപ്പെട്ട ഒരു വസ്തുവിൻ്റെ പ്രവേഗം 4ാമത്തെ സെക്കൻഡിൽ 20 മീറ്റർ പെർ സെക്കൻഡും 8ാമത്തെ സെക്കൻഡിൽ 40 മീറ്റർ പെർ സെക്കൻഡുമായാൽ 4ാമത്തെയും 8ാമത്തെയും സെക്കൻഡുകൾക്കിടയിൽ സഞ്ചരിച്ച ദൂരം എത്രയാണെന്നാണ്. ഇത് നമ്മുടെ SCRT. ഇനിയുള്ളതെല്ലാം SCRT ക്വസ്റ്റ്യൻസ് ആണ്. കാര്യം ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മുടെ എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോൾ SCRTയിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ ആണിത്. 4ാമത്തെ സെക്കൻഡിൽ എന്ന് പറയുന്നത്, അതായത് യു എന്ന് പറയുന്നത് അതിൻ്റെ ആദ്യ പ്രവേഗം നമുക്ക് 20 ആക്കിയെടുക്കാം. വി അന്ത്യപ്രവേഗം നമുക്ക് എത്രയാക്കിയെടുക്കാം? 40 ആക്കിയെടുക്കാം. 4ാമത്തെയും 8ാം അപ്പോൾ അടുത്ത സമയം എത്രയാണ്? ടി എന്ന് പറയുന്നത് 4ാമത്തെ മുതൽ 8ാമത്തെ വരെ. സോ ടി എന്ന് പറയുന്നത് മൊത്തം എത്ര? 8 - 4 സെക്കൻഡാണ് സമയം എന്ന് പറയുന്നത്. ഇനി സഞ്ചരിച്ച ദൂരമാണ് ചോദിച്ചിരിക്കുന്നത്. ചലന നിയമം, സെക്കൻഡ് ലോ ഓഫ് മോഷൻ, ചലന നിയമം അനുസരിച്ച് ചലന നിയമങ്ങളിലേക്ക് വരുമ്പോഴേക്കും എന്ത് വരും? S = ut + ½ at². ചലന സമവാക്യമാണ് കേട്ടോ ഇത്. ചലന സമവാക്യങ്ങളിലേക്ക് വരുമ്പോഴേക്ക് അപ്പോൾ ഇവിടെ നമുക്ക് യു അറിയാം, ടി അറിയാം, എ വേണോ അല്ലേ? എ എന്ന് പറയുന്നത് എന്ത് വരും? എ എന്ന് പറഞ്ഞാൽ പ്രവേഗമാറ്റം. എ എന്ന് പറഞ്ഞാൽ എന്താണ്? ത്വരണം, ആക്സിലറേഷൻ. പ്രവേഗമാറ്റം എന്ന് പറഞ്ഞാൽ v - u/t ആണ്. സോ വി എന്ന് പറയുന്നത് ഇവിടെ 40 ആണ്, യു എന്ന് പറയുന്നത് 20 ആണ്. സോ 40 - 20 എന്ന് പറയുന്നത് 20/4 വരും. സോ 5 ആണ് ആക്സിലറേഷൻ വരുന്നത്. ഓക്കെ, ഇനി ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? യു അറിയാം നമുക്ക്, 20 × 4 + ½ എ എന്ന് പറയുന്നത് എത്രയാണ്? 5 × ടി എന്ന് പറയുന്നത് 4 × 4 4² ആണ്. സോ ഇവിടുത്തെ ആൻസർ എത്ര വരും? ഇവിടെ 80 വരും. ഇവിടെ കട്ട് ചെയ്യുമ്പോൾ ആൻസർ
8 8 40 40 വരും. ആൻസർ 80 + 40 എന്ന് പറഞ്ഞാൽ 120 മീറ്ററാണ്. സോ ആൻസർ ഓപ്ഷൻ ബി 120 മീറ്റർ വരും. ഓടിക്കൊണ്ടിരുന്ന കാർ 3 മീറ്റർ സ്ക്വയർ മന്ദീകരണം ലഭിക്കത്തക്ക രീതിയിൽ ബ്രേക്ക് ചെയ്തപ്പോൾ 4 സെക്കൻഡ് സമയം കൊണ്ട് നിശ്ചലാവസ്ഥയിലെത്തി എങ്കിൽ ബ്രേക്ക് ചെയ്തത് മുതൽ നിൽക്കുന്നത് വരെ കാർ എത്ര ദൂരം സഞ്ചരിച്ചിട്ടുണ്ടാകും? ഇവിടെ മന്ദീകരണം, റിട്ടാർഡേഷൻ എന്ന് പറയും. മന്ദീകരണം എന്ന് പറയുന്നത് ശരിക്കും ആക്സലേഷൻ തന്നെയാണ്. പക്ഷേ അവിടെ കൊടുക്കേണ്ട വ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്ന് പറയുന്നത് -3 ആക്കി കൊടുക്കണമെന്ന് മാത്രം. -3 മീറ്റർ/സെക്കൻഡ് ആണ്. മന്ദീകരണമാകുമ്പോൾ മൈനസ് കൊടുക്കണം എന്നുള്ള ചിന്ത മാത്രം ഉണ്ടായാൽ മതി. 4 സെക്കൻഡ് സമയം. സോ ടി എന്ന് പറയുന്നത് 4 സെക്കൻഡാണ്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? നിശ്ചലാവസ്ഥയിലെത്തി അല്ലേ? 3 മീറ്റർ നിശ്ചലാവസ്ഥയിലെത്തി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അന്ത്യപ്രവേഗം എത്രയാകും? 0 ആകും. അപ്പം നമുക്കിവിടെ എന്താണ് ആദ്യപ്രവേഗം? അത് എത്ര സ്പീഡിലാണ് പോയിക്കൊണ്ടിരുന്നതെന്ന് നമുക്കറിയില്ല. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? എസ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? എത്ര ദൂരം സഞ്ചരിച്ചിട്ടുണ്ട്? എസ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഈ എസ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ut + ½ at². ഇതാണ് ന്യൂട്ടൻ്റെ രണ്ടാം ചലന സമവാക്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ആദ്യം യു വേണം. യു കണ്ടുപിടിക്കാനായിട്ട് ഒന്നാം ചലന സമവാക്യം എന്താണ്? v = u + at. ഇതാണ് ഒന്നാം ചലന സമവാക്യം. ഇവിടെ v എന്ന് പറയുന്നത് 0ആണ്. സോ ഇവിടെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്ത് വരും? -at = u എന്ന് വരും. അതായത് 0 മൈനസ് a എന്ന് പറയുന്നത് എത്രയാണ്? -3 × t എന്ന് പറയുന്നത് 4 ആണ്. ഇതാണ് u എന്ന് പറയുന്നത്. അതായത് u എത്രയാണ്? 3 × 4 12. മൈനസ് ഇൻറ്റു മൈനസ് ഇവിടെ എന്തായിട്ട് വരും? പ്ലസ് ആയിട്ട് വരും. സോ ഇവിടെ 3 × 4 12. u എന്ന് പറയുന്നത് 12 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് u കിട്ടി. ഇനി നമുക്ക് എസ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്? എസ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? 12 × t എന്ന് പറയുന്നത് 4 ആണ്. +½ × a എന്ന് പറയുന്നത് എത്രയാണ്? -3 × t² എന്ന് പറയുന്നത് 4 × 4 ആണ്. 48 പ്ലസ് ഇവിടെ എന്ത് വരും? ഇതും കട്ടായി പോകും. 2 വരും. -3 × 4 × 2 8. 8 × 3 എന്ന് പറയുന്നത് 24 വരും. 48 നിന്ന് 24 കുറച്ചാൽ നമുക്ക് ആൻസർ എത്ര വരും? 24. സോ 24 മീറ്ററാണ് ആ ഒരു കാറ് ബ്രേക്ക് ചവിട്ടി കഴിഞ്ഞപ്പോഴേക്കും സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് 24 മീറ്ററാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സമത്വരണത്തോടെ സഞ്ചരിക്കുന്ന കാറിൻ്റെ പ്രവേഗം 5 സെക്കൻഡ് കൊണ്ട് 20 മീറ്റർ/സെക്കൻഡിൽ നിന്ന് 40 മീറ്റർ/സെക്കൻഡിലേക്ക് എത്തുന്നുവെങ്കിൽ കാറിൻ്റെ ത്വരണം എത്രയായിരിക്കും? എ എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്, എസ് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഈ സമയം കൊണ്ട് കാറിനുണ്ടായ സ്ഥാനാന്തരം എത്രയാണ്? എയും കണ്ടുപിടിക്കണം, എസ്സും കണ്ടുപിടിക്കണം. നമുക്കിവിടെ എന്തൊക്കെ അറിയാം? ടി അറിയാം, 5 സെക്കൻഡ് ആണെന്ന്. യു എത്രയാണ്? ആദ്യ പ്രവേഗം 20ഉം അന്ത്യപ്രവേഗം എത്രയാണ്? 40ഉമാണ്. ഓക്കെ, ഇനി എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ത്വരണം, ആക്സലേഷൻ എന്താണ്? എന്ന് പറഞ്ഞ പ്രവേഗമാറ്റം ബൈ സമയം v - u/t. ഇവിടെ എത്ര വരും? 20 - 5 എന്ന് പറയുന്നത് 4 ആണ്. സോ ഇവിടെ നമുക്ക് ഇത് കട്ട് ചെയ്യാം. ഓപ്ഷൻ 4 2 ഉണ്ട്. ഇനി ഇതും കൂടി നോക്കിയാൽ മതി അല്ലേ? ഇവിടെ ഇവിടെ നമുക്ക് എന്താ? s = ut + ½ at². u എന്ന് പറഞ്ഞാൽ എത്രയാണ്? 20 ആണ്. t എന്ന് പറഞ്ഞാൽ 5 ആണ്. +½ × a എന്ന് പറഞ്ഞാൽ 4 × ടൈം എത്രയാണ്? 5 × 5 വരും. ഓക്കെ, 20 × 5 100 വരും. പ്ലസ് ഇതും കട്ടായപ്പോൾ ഇവിടെ 2 വരും. 5 × 5 20, 25 25 × 2 50. സോ ആൻസർ എത്ര വരും? 150. സോ ആൻസർ ഏത് വരും? ഓപ്ഷൻ ഡി. ത്വരണം എന്ന് പറയുന്നത് 4. അതേപോലെ ബിയുടെ ആൻസർ എത്രയാണ്? സ്ഥാനാന്തരം എത്ര വരും? 150 മീറ്ററുമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ട ഒരു ട്രെയിൻ പ്രവേഗം 10 മിനിറ്റ് കൊണ്ട് ട്രെയിനിൻ്റെ പ്രവേഗം 10 മിനിറ്റ് കൊണ്ട് 72 km/h ആയെങ്കിൽ ട്രെയിനിൻ്റെ ത്വരണം കണ്ടുപിടിക്കണം, സഞ്ചരിച്ച ദൂരം കണ്ടുപിടിക്കണം. ഇവിടെ നമുക്ക് എന്തൊക്കെ അറിയാം? ആദ്യം നമുക്കറിയാം ടി എന്ന് പറയുന്നത് 10 മിനിറ്റ് ആണ്. നമുക്കതിൽ എങ്ങനെയൊക്കെ മാറ്റാം? 10 × മിനിറ്റ് എന്നുള്ളതിന് നമുക്ക് സെക്കൻഡിലോട്ട് മാറണം. സോ 600 സെക്കൻഡാണ് ടി എന്ന് പറയുന്നത്. ഇനി എന്താ നമുക്കറിയാവുന്നത്? പുറപ്പെട്ട ട്രെയിനാണ്. സോ അതിൻ്റെ ആദ്യ പ്രവേഗം സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും അത് പ്രവേഗം 0 ആയിരിക്കും. വി എന്ന് പറയുന്നത് 72 km/h ആണ്. നമുക്കതിനെ എന്തിലേക്ക് മാറ്റണം? മീറ്റർ/സെക്കൻഡിലോട്ട് മാറ്റണം. km/h മീറ്റർ/സെക്കൻഡിലോട്ട് മാറ്റാനായിട്ട് എന്തുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ?
കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലോട്ടാക്കാനായി എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് കിലോമീറ്റർ എന്ന് പറഞ്ഞൊരു വലിയ ക്വാണ്ടിറ്റിയാണ്, മീറ്റർ എന്ന് പറയുന്നത് ചെറിയ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഇവിടെ എന്താ 5/18. ഇതാണ് എല്ലാവർക്കും തിരിഞ്ഞു പോകുന്നത്, 18/5 ആണോ 5/18 ആണോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആൻസർ എത്ര വരും? കട്ടായി പോകും. ആൻസർ വരുന്നത് 20 മീറ്റർ പെർ സെക്കൻഡ് വരും. അതാണ് നമുക്ക് അന്ത്യപ്രവേഗം കിട്ടുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് എന്താ ത്വരണം കണ്ടുപിടിക്കണം അല്ലേ? എ കണ്ടുപിടിക്കണം. എ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രവേഗ മാറ്റം ബൈ സമയം. സോ 20 - 0 സമയം എത്രയാണ്? 600. സോ ആൻസർ എത്ര വരും? ഇവിടെ കട്ടായി പോകും. ആൻസർ 30 വരും. 1/30 എന്ന് വരും. 1/30 ഉള്ള ഒറ്റ ആൻസറേ ഉള്ളൂ. നമുക്ക് അവിടെ തന്നെ അത് കണ്ടുപിടിക്കാം അല്ലേ? 1/30 എന്നുള്ളത്. ഇനി ദൂരം കൂടി നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. S=, ഇവിടെ നമുക്ക് ഏതൊക്കെ അറിയാം? ut + ½ AT². എയുടെ ആവശ്യമില്ല, നമുക്കിവിടെ വി യു ഒക്കെ അറിയാം അല്ലേ? എ ആണല്ലോ നമ്മളിപ്പോൾ ഇവിടെ കണ്ടുപിടിച്ചത്. അപ്പോൾ നമുക്കിവിടെ ഇക്വേഷൻ ഇട്ട് കൊടുക്കാം. v² = u² + 2as ഇട്ട് കൊടുത്താൽ എന്ത് വരും? v² എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്രയാണ്? 20². u² എത്രയാണ്? 0² പ്ലസ് 2as എന്ന് പറഞ്ഞാൽ 2 × a എന്ന് പറഞ്ഞാൽ എത്ര വരും? a എന്ന് പറഞ്ഞാൽ 1/30 × s നമുക്കറിയില്ല. അപ്പോൾ ഇവിടെ 400, ഇവിടെ കട്ടായി പോകും. 400 × 15 ആണ് s എന്ന് പറയുന്നത്. സോ ഇവിടെ 6000 മീറ്റർ വരും s എന്ന് പറഞ്ഞാൽ. 6000 മീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? 6 കിലോമീറ്റർ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 108 km/h വേഗതയിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന കാറ് ബ്രേക്ക് പ്രവർത്തിച്ചപ്പോൾ 4 സെക്കൻഡിന് ശേഷം നിശ്ചലമാകുന്നു. യാത്രക്കാർ ഉൾപ്പെടെയുള്ള കാറിൻ്റെ മാസ് 1000 കിലോഗ്രാം ആണെങ്കിൽ ബ്രേക്ക് പ്രവർത്തിച്ചപ്പോൾ പ്രയോഗിച്ച ബലം എത്രയാണ്? ബലമാണ് ചോദിച്ചിരിക്കുന്നത്. ബലം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? F = m × a ആണ്. നമുക്കിവിടെ a വേണം അല്ലേ? അപ്പോൾ ഇവിടെ ആദ്യം എന്തൊക്കെ തന്നിട്ടുണ്ട്? 108 km/h പറഞ്ഞിരിക്കുന്നത്. അതായത് u എന്ന് പറഞ്ഞാൽ 108 km/h. അതിനെ നമുക്ക് മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റാനായിട്ട് എന്ത് ചെയ്യണം? 108 × 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടുത്തെ ആൻസർ എത്ര വരും? ഇവിടെ 6 വരും. 6 × 30 മീറ്റർ പെർ സെക്കൻഡ് വരും. വി എത്രയാണ്? അതായത് ബ്രേക്ക് പിടിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് കാർ നിശ്ചലമാകുന്നുണ്ട്. സോ വി എന്ന് പറയുന്നത് 0 ആണ്. ആദ്യ പ്രവേഗവും കിട്ടി, അന്ത്യപ്രവേഗവും കിട്ടി. എ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഇവിടെ F = ma അല്ലേ? m അറിയാം, നമുക്ക് a വേണം. സോ ഇവിടെ v - u/t. സോ ഇവിടെ എന്ത് വരും? v എന്ന് പറയുന്നത് എത്രയാണ്? 0. 0 - 30/t എന്ന് പറയുന്നത് 4 ആണ്. സോ -30/4 ആണ് a എന്ന് പറയുന്നത്. ഇവിടുത്തെ ആൻസർ എങ്ങനെ വരും? 1000 × -30/4 കട്ടായി പോകും. ഇവിടുത്തെ ആൻസർ ഇവിടെ 25 വരും. 25 × 3 എന്ന് പറയുന്നത് -7500 ന്യൂട്ടൺ വരും. ഉണ്ടോ? അപ്പോൾ ആൻസർ ഏതാണ്? ബി, ഓപ്ഷൻ ബി, -7500. ഈ നെഗറ്റീവ് എന്ന് പറയുന്നത് നമ്മളെന്താ ബ്രേക്ക് ഉളവാക്കിയ ബലം എന്ത് ചെയ്യും? ചലനദിശയ്ക്ക് എതിർദിശയിലായിട്ടല്ലേ സംഭവിക്കുന്നത്? നമ്മൾ ബ്രേക്ക് പിടിച്ച് കഴിയുമ്പോഴേക്കും വണ്ടി നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഒരു മീനിങ് ആയിട്ടാണ് അവിടെ നെഗറ്റീവ് വരുന്നത്. 35ാമത്തെ ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 5 കിലോഗ്രാം മാസുള്ള ഒരു വസ്തുവിൽ 2 സെക്കൻഡ് സമയത്തേക്ക് തുടർച്ചയായ ഒരു ബലം പ്രയോഗിക്കുമ്പോൾ വസ്തുവിൻ്റെ വേഗം 3 മീറ്റർ പെർ സെക്കൻഡിൽ നിന്ന് 7 മീറ്റർ പെർ സെക്കൻഡായി കൂടുന്നു. അങ്ങനെയെങ്കിൽ പ്രയോഗിക്കപ്പെട്ട ബലം, അപ്പോൾ എന്താ? ബലം കണ്ടുപിടിക്കണം. ബലം പ്രയോഗിച്ച സമയം 5 സെക്കൻഡായി ദീർഘിപ്പിച്ചാൽ വസ്തുവിൻ്റെ അപ്പോഴുള്ള പ്രവേഗം എത്രയായിരിക്കും? 2 കാര്യങ്ങളാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. u എന്ന് പറയുന്നത് 3 മീറ്റർ പെർ സെക്കൻഡും v എന്ന് പറയുന്നത് 7 മീറ്റർ പെർ സെക്കൻഡുമാണ്. ഓക്കെ, ടി എന്ന് പറയുന്നത് എത്രയാണ്? 2 സെക്കൻഡ് സമയം. അവിടെയാണ് നമുക്കത് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ എ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 7 - 3 v - u/t. അപ്പോൾ എന്ത് വരും? 7 - 3/t എന്ന് പറയുന്നത് 2 ആണ്. 4/2 2. 2 ആണ് ഇവിടുത്തെ ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ഇനി എഫ് എന്ന് പറഞ്ഞാൽ എന്താണിപ്പോൾ? എഫ് എന്ന് പറഞ്ഞാൽ m × a. m എന്ന് പറഞ്ഞാൽ 5 കിലോഗ്രാം ആണ്. എ എന്ന് പറഞ്ഞാൽ എത്രയാണ്? എ എന്ന് പറഞ്ഞാൽ 2 ആണ്, 10. സോ ഇവിടെ എത്ര വരും? ഇവിടെ പ്രയോഗിച്ച ബലം എന്ന് പറഞ്ഞാൽ 10 ന്യൂട്ടൺ ആണ്. സോ ഓപ്ഷൻ ഇതും നമുക്ക് കട്ട് ചെയ്യാം. ഇനി എയും ബിയും മാത്രമേ ഉള്ളൂ. ഇനി എൻ്റെ പ്രവേഗം കൂടി കണ്ടുപിടിക്കണം. എന്താ പ്രവേഗം കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? ഈ പ്രയോഗിച്ച ബലം എന്താക്കി മാറ്റണം? 5 മീറ്റർ പെർ സെക്കൻഡായിട്ട് നമ്മൾ കൂട്ടുവാണ്. ഓക്കെ, അതായത് വി എന്ന് പറഞ്ഞാൽ u + at ആണ്. യു എന്ന് പറഞ്ഞാൽ ഈ 3 എന്ന് പറയുന്ന 3 ആയിരുന്നു അത് നമ്മൾ എന്ത് ചെയ്തു? 5 സെക്കൻഡോളം നമ്മൾ ആ ബലം കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിക്കുന്നതെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ്?
എയുടെ ആക്സലേഷനിവിടെ മാറ്റമൊന്നുമില്ല. എ എന്ന് പറഞ്ഞാൽ 2 തന്നെ. ടി എന്ന് പറഞ്ഞിരുന്ന സമയമാണ് ഇവിടെ മാറിയിരിക്കുന്നത്, 5 ആക്കി കൊടുത്തു. സോ ഇവിടെ എത്ര വരും? 3 + 10 എത്ര വരും? 13 മീറ്റർ പെർ സെക്കൻഡാണ് വെലോസിറ്റി എന്ന് പറയുന്നത്. സോ ആൻസർ ഏത് വരും? 10ഉം 13ഉം ഉള്ളത് ഓപ്ഷൻ എ ആണ് നമുക്ക് ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ചലന നിയമങ്ങൾ, ചലന സമവാക്യങ്ങൾ എന്ന ടോപ്പിക്ക് അത്യാവശ്യം എല്ലാ ക്വസ്റ്റ്യൻസും തന്നെ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതോടുകൂടി 35 മാർക്കിൽ എത്ര മാർക്ക് കിട്ടിയെന്ന് നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക്